പാലക്കാട് വിക്ടോറിയ കോളേജിലെ മെറ്റീരിയൽസ് റൂം ഇന്ന് തുറക്കില്ല എന്ന് കളക്ടർ എം.എസ്. മാധവിക്കുട്ടി. നേരത്തെ തുറക്കാനിരുന്നത് സീൽ വയ്ക്കാത്ത മുറിയാണെന്നും അത് തുറക്കുന്നതിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് കളക്ടറുടെ നിലപാട്. അവിശ്വാസ്യത ഉണ്ടാക്കേണ്ട എന്നതുകൊണ്ടാണ് തീരുമാനം മാറ്റിയതെന്നും കളക്ടർ വ്യക്തമാക്കി. പക്ഷേ ഈ റൂം എന്ന് പറയുന്നത് നമ്മൾ നോർമലി അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്നത് ഒരു വാക്സിന് മാത്രം വെക്കും. പക്ഷെ നെഗത്തിലെ എന്ത് റൂമാണെങ്കിലും ആ സെക്യൂരിറ്റി കോർഡറിനകത്ത് നമ്മൾ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ അറിയിക്കാറുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പേപ്പർ ആയതുകൊണ്ടാണ് അത്. കാരണം അതൊരു ഇലക്ഷന്റെ സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പേപ്പറാണ്, ഒരു രജിസ്റ്ററാണ്. അപ്പം അത് നമ്മൾ അത്രയും സെക്യൂർ ആയിട്ട് വെക്കേണ്ടത് കാരണം നമ്മളത്. പക്ഷെ ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിൽ വന്നു. ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇന്റർമീഡിയറ്റ് സ്ട്രോങ് റൂമിലാണെങ്കിൽ കണക്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ ഇങ്ങനെ വരണമായിരുന്നല്ലോ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിവാദം രൂപത്തിൽ വരുന്നത്. അത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഒരു നോർമൽ പ്രോസസ്സാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു നോർമൽ പ്രോസസ്സാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു കാര്യവും ഇല്ല. ആതിര രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ആതിര, കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് കേട്ട അതേ വാർത്ത, അതേ സ്ട്രോങ് റൂം അവിടെ തുറന്നു, ഇവിടെ പക്ഷേ തുറന്നില്ല. തുറക്കുന്നതിന് മുമ്പ് തന്നെ ആ തീരുമാനം മാറ്റിയിരിക്കുന്നു. വിശദാംശങ്ങൾ. അഖില, ഏതായാലും നിലവിൽ ഈ മെറ്റീരിയൽ സ്ട്രോങ് റൂമാണ് തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കളക്ടർ അറിയിച്ചിരുന്നത്. സ്ട്രോങ് റൂം തുറക്കുന്നു എന്നുള്ള വാർത്തയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. അത് പുറത്തു വന്നതിന് പിന്നാലെ അത് വലിയൊരു വിവാദത്തിലേക്ക് നീളുന്നൊരു ഘട്ടമായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അതിന് എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള തങ്കപ്പൻ ഉൾപ്പെടെ ഇതിൽ എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് EVM മെഷീൻ വെച്ചിരിക്കുന്ന സ്ട്രോങ് റൂം അല്ല, മറിച്ച് മെറ്റീരിയൽ സ്ട്രോങ് റൂമാണ് തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇത്തരത്തിലൊരു വിവാദ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് കൂടാതെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇനി അന്തിമ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടെ വിളിച്ചുകൂട്ടിയിട്ടായിരിക്കും ഇനി ഈ സ്ട്രോങ് റൂം തുറക്കുന്ന മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കുന്നതിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു നടപടിയിൽ നിലവിൽ ഏതായാലും അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഫോം 17A എടുക്കാനാണ് ഈ മെറ്റീരിയൽ റൂം തുറക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ എൻകോർ വെബ്സൈറ്റിൽ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോം 17A എടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ നോട്ടീസ് നൽകി അവരെത്തിയതിനു ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ എന്നും അറിയിച്ചിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ ഫോണിൽ വിളിച്ചാണ് താങ്കളെ അറിയിച്ചത് എന്നുള്ളൊരു ആരോപണമാണ് UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ഈ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കുന്നു എന്നുള്ളൊരു തീരുമാനം നിർത്തിവെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം അവർക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഈ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കാനുള്ളൊരു സാധ്യതയാണ് മുന്നിലുള്ളത്.